പല സർഫസ് ലേയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ളത് ഓപ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 എണ്ണമാണ് കണ്ടത്. ഒന്ന് ഓപ്പൺ ഗ്രേഡഡ് സർഫസ് മിക്സിംഗ് അല്ലെങ്കിൽ പ്രീമിസ് കാർപ്പറ്റ് എന്ന് പറയും. ഞാൻ പറഞ്ഞു അത് ജനറലി ഈ എന്താ പറയാ വാട്ടർ റീചാർജിങ് എന്നുള്ള കോൺസെപ്റ്റിൽ മറ്റു രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്തതാണ്. നമ്മളത് കോപ്പി ചെയ്തപ്പോൾ ദ പ്രോബ്ലം ഇസ് വി ഡോണ്ട് ഹാവ് എ പ്രോപ്പർ സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് സീൽ കോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീൽ കോട്ടും അതിന്റെ നോർമൽ ആയിട്ടുള്ള അഗ്രിഗേറ്റ്സും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയ പ്രൊപ്പോർഷൻ സജസ്റ്റ് ചെയ്തു, അതായത് മിക്സിൽ സർഫസിംഗ് എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും കണ്ടു മിക്സിൽ സർഫസിംഗും അത്ര ഇഫക്റ്റീവ് അല്ല. അതിനകത്ത് ഫൈൻ അഗ്രിഗേറ്റ്സിന്റെ എമൗണ്ട് കുറവാണ്. സോ വാട്ടർ കൂടുതൽ അതിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് BCA പറ്റിയാണ്. ബിറ്റുമിനസ് കോൺക്രീറ്റ് ആണ് കമ്പാരിറ്റീവ്ലി ഏറ്റവും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ അത് പ്രോബ്ലം ഇസ് ഇറ്റ്സ് സ്ലൈറ്റ്ലി കോസ്റ്റ്ലി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എപ്പോഴും നമുക്കുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അതായത് നമുക്ക് ഏറ്റവും ചീപ്പറായിട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് BC ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് നമുക്ക് മുമ്പോട്ട് കുറെ പ്രൊജക്ട് ചെയ്യാനും അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ ലീഡ് സർട്ടിഫിക്കേഷൻ കേട്ടിട്ടുണ്ടോ? ലീഡ് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഗ്രീൻ ബിൽഡിംഗ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ എന്ന സംഭവം എന്തായിരിക്കും? ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് പണിത് അല്ലെങ്കിൽ ഒരു ഓഫീസ് പണിതു, ആ ഓഫീസിനകത്ത് കുറെ ഗ്രീൻ ബിൽഡിംഗ് ഫീച്ചേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ എന്തായിരിക്കും ഈ ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ ഗ്രീൻ ബിൽഡിംഗ് കോൺസെപ്റ്റ്സ് എന്തൊക്കെയായിരിക്കും? Energy savings. You can provide a sufficient number of windows and make sure that you get the wind inside. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ സൺലൈറ്റ് മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചൂട് കൂടാതെ ലൈറ്റിന് പകരമായിട്ട് കിട്ടുന്ന പോലെ ഉള്ള ഫീച്ചേഴ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടെറസിൽ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ട് അത് കാരണം നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് ഗ്രീൻ ബിൽഡിംഗ് അല്ലെ. അപ്പോൾ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ പോലെ തന്നെ ഇപ്പം ബിൽഡിങ്ങിനുള്ള ഒരു ടൈപ്പ് ഓഫ് സർട്ടിഫിക്കേഷൻ ആണ് ലീഡ് സർട്ടിഫിക്കേഷൻ. LEED, ലീഡ് സർട്ടിഫിക്കേഷൻ. ഓക്കെ, എഴുതാൻ നോക്കിയിട്ട് വരുന്നില്ല. LEED, ലീഡ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഒരു ബിൽഡിംഗ് ലീഡ് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ നോർമലി വലിയ കമ്പനീസ് ഒക്കെ അവരുടെ ബിൽഡിംഗ് പണിയുമ്പോൾ they will prefer to have LEED certification, stating that they are working in an environmental friendly atmosphere. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലീഡ് സർട്ടിഫിക്കേഷൻ നമ്മുടെ റോഡിന് വെക്കുവാണെങ്കിൽ, അങ്ങനെ സംഭവം ഇല്ല, ഒരു ലീഡ് സർട്ടിഫിക്കേഷൻ വെക്കുവാണ്, ആ സർട്ടിഫിക്കേഷൻ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ കോൺട്രാക്ടറിന് പൈസ കിട്ടുകയുള്ളൂ എന്നൊരു സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് BOQന്റെ ബേസിസിലാണ്. BOQ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? BOQ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. BOQ എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു റോഡ് പണിതു. ആ റോഡ് പണിയുമ്പോൾ എനിക്ക് 100 കിലോ അഗ്രിഗേറ്റ് വേണമായിരുന്നു, 10 കിലോ ബിറ്റുമിൻ വേണമായിരുന്നു. അപ്പൊ എനിക്ക് വേണ്ട സാധനങ്ങളുടെ എല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്യും. അതൊരു സ്റ്റാൻഡേർഡ് റേറ്റിംഗ് ആണ്. ആ റേറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മെറ്റീരിയൽ ഞാൻ ഈ റോഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്, റോഡിൽ ഇട്ടു എന്ന് ഉറപ്പ് വരുത്തുവാണെങ്കിൽ എനിക്ക് ഒരു കോൺട്രാക്ടർ എന്ന നിലയിൽ എനിക്ക് പൈസ കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? Only thing is I should ensure that I have brought all the materials that I have listed in my bill. ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ടാവും. ആ റേറ്റ് അനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഞാൻ റോഡിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ ലീഡ് സർട്ടിഫിക്കേഷന്റെ കേസും ഈ രണ്ടാമത്തായിട്ടുള്ള വ്യത്യാസം മനസ്സിലായോ? ഇപ്പോ അവിടെ റോഡിൽ കൊണ്ടുവന്നാൽ മതി, അത് ഏത് ടെമ്പറേച്ചറിൽ പണിതാലും എനിക്ക് പ്രശ്നമില്ല, അത് 10 വർഷം നിന്നാലും പ്രശ്നമില്ല, നിലയിൽ എനിക്ക് പ്രശ്നമില്ല, മെറ്റീരിയൽ കൊണ്ടുവന്നാൽ മതി. ആ സിസ്റ്റം ആണോ നല്ലത്, അതോ റോഡ് പണിതിട്ട് നമ്മൾ അതിന്റെ കുറെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് അതിനൊരു സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് അതിന്റെ ബേസിസിൽ പേയ്മെന്റ് ചെയ്യാൻ നല്ലത്? ഇതിലേതായിരിക്കും നല്ലത്? തീർച്ചയായിട്ടും സെക്കൻഡ് ആണ് നല്ലത്. പക്ഷെ ഇപ്പൊ നിലവില് നമ്മുടെ റോഡ് വർക്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ BOQ എന്നുള്ള സിസ്റ്റമാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ബില്ലിൽ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റീസ് അവിടെ കൊണ്ടുവന്നിട്ടാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, സാധാരണ നമ്മൾ റോഡ് പണിയുമ്പോൾ അഗ്രിഗേറ്റ്സ് കൊണ്ടിടും. അഗ്രിഗേറ്റ്സ് ഒരിക്കലും അവർ അവിടെ കൊണ്ടിടത്തില്ല, ഒരു റാൻഡം ഷേപ്പിലൊക്കെ ഇടത്തുള്ളൂ. കാര്യം എഞ്ചിനീയർ ഒന്ന് ചെക്ക് ചെയ്യും.
അവർ പറഞ്ഞിട്ടുള്ള 10 m3 100 m3 സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആ സാധനം ഉണ്ടെങ്കിൽ they are eligible for the payment. But what I suggest is instead of that we should have some kind of certification system. അപ്പൊ അങ്ങനെ സംഭവം ഇപ്പൊ നിലവിലില്ല. നിങ്ങൾക്ക് വേണം നിങ്ങളുടെ പ്രൊജക്റ്റ് ആയിട്ടൊക്കെ വേണം ചെയ്യാവുന്ന സംഭവമാണ് ഒരു ലീഡ് സർട്ടിഫിക്കേഷൻ. അത് പല രീതിയിലാവാം. അതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആവാം, അതിന്റെ ക്വാളിറ്റി ആവാം, അല്ലെ? അങ്ങനെ പല പല ഫീച്ചേഴ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ ഒരു മാർക്ക് ഇട്ടിട്ട് ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുക. ആ സർട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ മിനിമം പോയിന്റ്സ് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ പേയ്മെന്റ്. അപ്പൊ അങ്ങനെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുന്ന ഒരു സിസ്റ്റം വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിവാർഡ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ 3 പറഞ്ഞു നിർത്തിയത്. ഇനി ഇതുപോലത്തെ ഒരു 5 കൂടെ ഉണ്ട്. അതായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. DC കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് the fourth one is surface dressing. Fourth type of wearing course is surface dressing. അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ജസ്റ്റ് വായിച്ചു പോവാം. It is a kind of penetration layer system in which single-sized aggregate chips are placed on a previously prepared base. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ സംഭവമുണ്ട് പെനിട്രേഷൻ ലെയർ സിസ്റ്റവും പ്രീമിക്സ് ലെയർ സിസ്റ്റവും. എന്തായിരുന്നു വ്യത്യാസം? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? What is the difference between a penetration layer system and a premixed system? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ ടേമിന്റെ അർത്ഥമുണ്ട്. പ്രീമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ തന്നെ പറഞ്ഞു. അഗ്രിഗേറ്റും ബിറ്റ്വീനും മിക്സ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. അതെ, അഗ്രിഗേറ്റും ബിറ്റ്വീനും നേരത്തെ മിക്സ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യുന്നതാണ് പ്രീമിക്സ് സിസ്റ്റം. പെനിട്രേഷൻ സിസ്റ്റം എന്തായിരിക്കും? ആദ്യം ബിറ്റ്വീന്റെ ഒരു ലെയർ പോയി, പിന്നെ അഗ്രിഗേറ്റിന്റെ ഒരു അത് തന്നെയാണ് സംഭവം. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഈ ഒറ്റ ഫിഗറിൽ നിന്ന് കാര്യം മനസ്സിലാവും. ഇവിടെ മുകളിൽ ഇപ്പൊ ഒരു വലിയ ട്രക്ക് പോലത്തെ ഒരു ട്രക്ക് പോവാണ്. ട്രക്കിന്റെ ഉള്ളിൽ അഗ്രിഗേറ്റ്സ് ഉണ്ട്. ഈ അഗ്രിഗേറ്റ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിംഗിൾ സൈസ്ഡ് ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞാൽ വെൽ ഗ്രേഡഡ് ആണ്, അല്ലെ? എല്ലാ സൈസും ഉള്ളതാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇത് സിംഗിൾ സൈസ്ഡ് ആണ്. ഓക്കെ, അത് ഫ്രണ്ടിൽ പോകും. അത് ഫ്രണ്ടിൽ പോകുമ്പോൾ അതിന് തൊട്ട് പുറകെ തന്നെ ഒരു ഇത് ബിറ്റുമിനും ആവാം ഇമൽഷനും ആവാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 2 ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബിറ്റുമിൻ അല്ലെ എമൽഷൻ. നോർമലി എമൽഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എമൽഷൻ ഒഴിച്ചു ഈ പുറകെ പോകും. ഇതിന്റെ പുറകെ ഒരു റോളർ വരും, അത് കോമ്പാക്ട് ചെയ്യും, അവിടെ കിടക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സാധനം എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ എങ്ങനെയുണ്ട്? ഗുണങ്ങളും ഉണ്ടാവും, ദോഷങ്ങളും ഉണ്ടാവും, അല്ലെ? ഡോണിന്റെ അഭിപ്രായം എന്നാ? ഇതെങ്ങനെയുണ്ട് സാധനം? ദോഷങ്ങളായിരിക്കും ഉണ്ടാവുക. എന്ത് ദോഷം ഡോണിന് തോന്നുന്നത്? അതെല്ലാം ഒരേ സൈസ് ആയതുകൊണ്ട് വോയിഡ്സ് ഒരുപാട് ഉണ്ടാവും. തീർച്ചയായിട്ടും അതൊരു കറക്റ്റ് പോയിന്റ് ആണ്. ഇത് സിംഗിൾ സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വോയിഡ്സ് കൂടുതലാണ്. ഓക്കെ, എന്തായിരിക്കും ഒരു ഗുണമുള്ളത്? എന്തായിരിക്കും ഗുണമുള്ളത്? കോസ്റ്റ് കുറവായിരിക്കും. കറക്റ്റ്, കോസ്റ്റ് കുറവായിരിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് എടുക്കുക, സിംഗിൾ സൈസ് എടുക്കുക, തീർച്ചയായിട്ടും സിംഗിൾ സൈസിലാണ് വിലക്കുറവ്. കാര്യം ക്വാറി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ക്വാറി ചെന്ന് നോക്കി കഴിഞ്ഞാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോ സൈസ് ആയിട്ടാണ്. അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഈ വെൽ ഗ്രേഡഡ് കിട്ടുന്നത്, അല്ലെ? അപ്പൊ സിംഗിൾ സൈസ്ഡ് ആണ് തീർച്ചയായിട്ടും വെൽ ഗ്രേഡഡിനെ പറ്റിക്കാളും ലാഭകരം. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഇവിടെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞാൻ നേരെ ക്വാറിന്ന് അഗ്രിഗേറ്റ്സ് എടുത്തുകൊണ്ട് വരുന്നു, നിരത്തുന്നു, പുറകെ ബിറ്റുമിൻ ഒഴിക്കുന്നു. മെഷീനറിയുടെ റിക്വയർമെന്റും വളരെ മിനിമലാണ്. ഓക്കെ, പണ്ട് കാലത്ത് ഇത് ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇന്ത്യ ഉപയോഗിക്കാറില്ല. കാരണം ഇത് വളരെ ചീപ്പറാണ്. വളരെ ചീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഈ സാധനം അഡോപ്റ്റ് ചെയ്യാം, പ്രൊവൈഡഡ് അവിടെ മഴയുടെ പ്രശ്നം ഇല്ലെങ്കിൽ. ഡോൺ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് സിംഗിൾ സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വോയിഡ്സ് ഉണ്ടാവും. അപ്പൊ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മോയ്സ്ചറിന്റെ പ്രസൻസിൽ ഇതിന്റെ പെർഫോമൻസ് നല്ലതാവണം നിർബന്ധമില്ല. മനസ്സിലായോ? സർഫസ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രീമിക്സ് ലെയർ സിസ്റ്റം ആണ്. ഇനി ഇവിടെ തന്നെ അഗ്രിഗേറ്റ്സ് 2 രീതി യൂസ് ചെയ്യാം. ഒന്ന് കോട്ടഡ് അഗ്രിഗേറ്റ്സും യൂസ് ചെയ്യാം, ഒന്ന് അൺകോട്ടഡ് അഗ്രിഗേറ്റ്സും യൂസ് ചെയ്യാം. ഇപ്പൊ ഈ പടത്തിൽ കാണുന്നത് അൺകോട്ടഡ് ആണ്, അതായത് സാധാരണ അഗ്രിഗേറ്റ്സ് ആണ്. കുറച്ചും കൂടി ഇതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് what we can do is we can use pre-coated aggregates. ഈ അഗ്രിഗേറ്റ്സിനെ ബിറ്റുമിനൊന്ന് മുക്കിയിട്ട് വേണം കൊണ്ടുവരാം, അല്ലെങ്കിൽ ബിറ്റുമിനല്ല ഇമൽഷനിലൊന്ന് മുക്കിയിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ അബ്സോർപ്ഷൻ കുറയും, അതിന് കുറച്ചും കൂടി അഡ്ഹഷൻ കിട്ടും. അപ്പൊ അതിന്റെ പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആവും. We'll see what are the features. ആദ്യം പറഞ്ഞു it's a kind of penetration layer system. രണ്ടാമതായിട്ട് the binder is then sprayed over the aggregates so as to ensure the bonding of the layer. Binder used in the layer can be bitumen or rapid setting emulsion. Bitumen വേണമെങ്കിൽ യൂസ് ചെയ്യാം, റാപ്പിഡ് സെറ്റിംഗ് ഇമൽഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പ്രത്യേകം നോട്ട് ചെയ്യുക, നമ്മൾ സാധാരണ പ്രൈമർ അടിക്കുമ്പോൾ എന്ത് ഇമൽഷൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ? പ്രൈമർ അടിക്കുമ്പോൾ ഏത് ഇമൽഷനെ യൂസ് ചെയ്തേ? ഓർക്കുന്നുണ്ടോ?
ഇമൽഷൻ സ്ലോ സെറ്റിംഗ്, അതായത് പ്രൈമർ അടിക്കുന്നതിന് പിറ്റേ ദിവസം അതിന്റെ പണിയുള്ളൂ. അപ്പൊ പതിയെ കിടന്ന് ഉണങ്ങി വെച്ചാൽ മതി. അതാണ് അതിന്റെ പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ. അപ്പം ഒരു പ്രൈമർ അടിക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് സ്ലോ സെറ്റിംഗ്. അതേസമയം ഒരു സർഫസ് ഡ്രസ്സിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റാപ്പിഡ് സെറ്റിംഗ് യൂസ് ചെയ്യും. കാരണം എത്രയും പെട്ടെന്ന് അത് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യണം. വണ്ടി പുറകെ വരും, ഉടനെ വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യേണ്ടതുകൊണ്ട് we prefer rapid setting emulsion for surface dressing. Okay. And second last point is pre-coated aggregates are usually preferred to reduce the binder absorption and ensure proper adhesion. And ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇസ് കമ്പാരിറ്റീവ്ലി ലോവർ. അതായത് നമ്മളിപ്പം പറഞ്ഞനുസരിച്ചാണെങ്കിൽ പ്രീമിക്സ് കാർപ്പറ്റ് ആണ് ഏറ്റവും ചീപ്പ് പ്രീമിക്സ് കാർപ്പറ്റ് ആണ്. അതിനേക്കാൾ ഒരു 30 to 40% എക്സ്പെൻസീവ് ആണ് BC. പക്ഷെ ഈ പ്രീമിയസ് കാർപ്പറ്റിനേക്കാളും ഒരു 30% ചീപ്പറാണ് നമ്മുടെ സർഫസ് ഡ്രസ്സിംഗ്. പക്ഷെ ഇത് വർക്ക് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില റിസർച്ചേഴ്സ് പറയുന്നു ഇത് വർക്ക്ഔട്ട് ആവുമെന്ന് പറയുന്നു, ചിലർ പറയുന്നു ശരിയാവത്തില്ലെന്ന് പറയുന്നു. എന്തായാലും ശരി, നമ്മുടെ ഈ റീബിൽഡ് കേരളയ്ക്കകത്ത് ആദ്യമായിട്ട് ഒരു ഇങ്ങനത്തെ റോഡ് വരുന്നുണ്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞ് ഞാൻ എന്റെ ഫോട്ടോസ് ഒക്കെ കാണിക്കാം. അപ്പൊ അത് പെർഫോമൻസ് നോക്കുമ്പോൾ അറിയാം ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു വലിയ ഓപ്ഷനാണ്. ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ബട്ട് ദർ ആർ ചാൻസസ് ആർ ലെസ് for working it well because it has large number of voids and there are chances that water can enter into the pavement and get damaged very easily. Okay, ഇതാണ് സർഫസ് ഡ്രസ്സിംഗിന്റെ പ്രത്യേകതകൾ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് പ്രീമിയസ് കാർപ്പറ്റ് പറഞ്ഞു, മിക്സിൽ സർഫസിംഗ് പറഞ്ഞു, ബിറ്റുമിനസ് കോൺക്രീറ്റ് പറഞ്ഞു, സർഫസ് ഡ്രസ്സിംഗ് പറഞ്ഞു. സർഫസ് ഡ്രസ്സിംഗ് നിലവിൽ ഇപ്പം ഇന്ത്യയിലൊന്നും അഡോപ്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഇതിന്റെ ഒരു നല്ലൊരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇത് വളരെ വളരെ ഫാസ്റ്റ് കൺസ്ട്രക്ഷൻ ആയിരിക്കും കേട്ടോ. അതായത് നമ്മൾ പറയുന്ന കൊണ്ടിരുന്നു അപ്പൊ തന്നെ ഇടുന്നു, അല്ലാതെ പിന്നെ വേറെ ഒരിടത്തും കൊണ്ടുപോകേണ്ട ആവശ്യം ഒന്നുമില്ല. സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഇസ് എക്സ്ട്രീംലി ഹൈ. സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ കൂടുതലായതുകൊണ്ടും കോസ്റ്റ് ഇഫക്റ്റീവ് ആയതുകൊണ്ടും ഇത് നന്നായിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് ഈ ഒരു മെറ്റീരിയലിന്. ഓക്കെ, മൊത്തം എഴുതണ്ട, ജസ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് എഴുതി പോയാൽ മതി. ഇനി ഇതാണ് അതിന്റെ അഗ്രിഗേറ്റ് ഗ്രഡേഷൻ പറയുന്നത്. അഗ്രിഗേറ്റ് ഗ്രഡേഷൻ പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത് 4 ടൈപ്പ് ഉണ്ട്. അതായത് നോമിനൽ മാക്സിമം സൈസ് 19 ഉള്ളതുണ്ട്, NMAS 13 ഉള്ളതുണ്ട്, NMAS 10 ഉള്ളതുണ്ട്, NMAS 6 ഉള്ളതുണ്ട്. ഇനി എന്തിനായിരിക്കും ഈ 4 ഓപ്ഷൻസ്? ഒരേ സർഫസ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ സാധനത്തിന് തന്നെ NMASന്റെ ബേസിസിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. NMAS എന്ന് നിങ്ങൾക്ക് അറിയാം. NMAS എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളതിൽ വലിയ അഗ്രിഗേറ്റ്സ്. എന്റെ ചോദ്യം, എന്തിനായിരിക്കും ഈ 4 ഓപ്ഷൻസ് ഉള്ളത്? പല പല തിക്നെസ്സിന് യൂസ് ചെയ്യാൻ. കറക്റ്റ്. അതായത് എനിക്കിപ്പോ യൂസ് ചെയ്യേണ്ട സർഫസ് ഡ്രസ്സിംഗ് ഒരു 50 mm ആണെങ്കിൽ എനിക്ക് 19 NMAS യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ പണിയാൻ പോകുന്ന തിക്നെസ് അനുസരിച്ചാണ് ഞാനിത് ചൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട് സിംഗിൾ സൈസ്ഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? സിംഗിൾ സൈസ്ഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ ഇവിടെയാണെങ്കിൽ 19 mm മാത്രമേ ഉള്ളൂ എന്നാണോ? അങ്ങനത്തെ അഗ്രിഗേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരിക്കലും പറ്റത്തില്ല. നമ്മളെപ്പോഴും സിംഗിൾ സൈസ്ഡ് എന്നൊക്കെ പറയുമെങ്കിലും ഒരിക്കലും ഒരു പെർട്ടിക്കുലർ സൈസ് മാത്രമായിട്ട് അഗ്രിഗേറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അത് കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് മിനിമം 65% ബൈ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ്സ്. ഇപ്പം ഈ 19 mm കേസിലാണെന്നുണ്ടെങ്കിൽ 19 mm 13.2 ഇടയ്ക്ക് അതിന്റെ മൊത്തത്തിന്റെ 65% വരണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. സിംഗിൾ സൈസ്ഡ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും 10 mm മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഒരവസ്ഥ വരത്തില്ല, അല്ല 6 mm മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥ വരത്തില്ല. ഒരിക്കലും നമുക്ക് ഒരു പെർട്ടിക്കുലർ സൈസുള്ള അഗ്രിഗേറ്റ് മാത്രമായിട്ട് വരത്തില്ല. ഓൾദോ വി ആർ കോളിംഗ് ദ നെയിം സിംഗിൾ സൈസ്ഡ്, ഇറ്റ് വിൽ ഹാവ് സം കൈൻഡ് ഓഫ് റേഞ്ച്. 19 NMASന്റെ ആണെങ്കിൽ അതിന്റെ 65% എങ്കിലും 19-നും 13.2-നും ഇടയ്ക്ക് വരണം. അല്ലാതെ 65% 19 മാത്രമേ ആവാവുള്ളൂ എന്നൊന്നുമില്ല. ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ലോജിക്ക് വെച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനകത്ത് ഈ ഗ്രഡേഷൻ ഡെൻസ് ആണോ അല്ലയോ? ഞാൻ പണ്ട് പറഞ്ഞു ഒരു ഗ്രഡേഷൻ ഡെൻസ് ആണോ അറിയാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.75 എടുക്കുക. 4.75 കറസ്പോണ്ടിങ് എത്രയാണ് പെർസെന്റേജ് പാസിംഗ് എന്ന് നോക്കുക. അതൊരു 30% കൂടുതലാണെങ്കിൽ ആ ഗ്രഡേഷൻ ഡെൻസ് ആയിരിക്കും. അങ്ങനെ ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഗ്രഡേഷൻ ഡെൻസ് ആണോ അല്ലയോ? ഡെൻസ് അല്ല. കാര്യം ഇപ്പൊ 19 എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ 4.75 കൂടെ ഒരു അഗ്രിഗേറ്റ് പോലും പോകണമെന്നില്ല. അപ്പൊ അത് ഡെൻസ് ഗ്രഡേഷൻ അല്ല. അതാണ് അതിന്റെ പ്രശ്നം. വെള്ളം കണ്ടമാനം കെട്ടിക്കിടക്കും.
അതാണ് എന്റെ പ്രശ്നം. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഈസി കൺസ്ട്രക്ഷൻ ആണ്, മെറ്റീരിയൽ കോസ്റ്റ് കുറവായിരിക്കും, അതായിരിക്കും എന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ഇനി അതാണ് ഇപ്പൊ ആദ്യത്തെ ടേബിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ടേബിളിൽ നമുക്ക് സർഫസ് ഡ്രസ്സിംഗിൽ ഉപയോഗിക്കാവുന്ന 4 പോസിബിൾ ഗ്രഡേഷൻസ് ആണ്. 4 ഓരോ NMASന് കറസ്പോണ്ടിങ് ആണ്. ഓരോ NMAS എന്ന് പറഞ്ഞാൽ ഓരോ തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേബിൾ നോക്കുക. ടേബിൾ അറ്റ് ബോട്ടം അവിടെ പറയുന്നത് എന്താ? അവിടെ പറയുന്നത് എത്രയാണ് ബൈൻഡർ റിക്വയർമെന്റ് എന്നാണ്. എത്രയാണ് ബൈൻഡർ റിക്വയർമെന്റ് എന്നാണ്. ഈ ബൈൻഡർ എന്ന് പറഞ്ഞാൽ ബിറ്റ്വിൻ ആകണം നിർബന്ധമുണ്ടോ? നമ്മളൊരു റോഡ് ടാർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ബൈൻഡർ എപ്പോഴും ബിറ്റുമൻ ആവണം നിർബന്ധമുണ്ടോ? ഇല്ല. പിന്നെന്താ ഓപ്ഷൻ ഉണ്ടേ? പണ്ട് ടാർ യൂസ് ചെയ്യായിരുന്നു, ഇപ്പൊ കോൺക്രീറ്റിന്റെ ഇത് ഇല്ലേ? ഉണ്ട്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് സംഭവം പറഞ്ഞത് ശരിയാണ്. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം എന്ന് പറഞ്ഞാൽ ബിറ്റുമൻ അല്ല, നമുക്ക് വേണമെങ്കിൽ ഇമൽഷൻ യൂസ് ചെയ്യാം. ഇമൽഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇമൽഷൻ പലപ്പോഴും ഇപ്പൊ ഇമൽഷന്റെ യൂസ് കണ്ടമാനം കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇമൽഷന്റെ യൂസ് കൂടി വരുന്നത്? ഒരു ബിറ്റുമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇമൽഷന്റെ യൂസ് കൂടാൻ കാരണം എന്തായിരിക്കും? കോസ്റ്റ് അല്ല, കോസ്റ്റ്. പറഞ്ഞു, ശരിയാ, പറഞ്ഞു. ഹലോ, അത്ര ഹീറ്റ് ചെയ്യണ്ടാത്തോണ്ടാ. അതായത് ബിറ്റുമൻ ഹീറ്റ് ചെയ്യണം, പക്ഷെ ഇമൽഷൻ ആണെങ്കിൽ ഹീറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ബൈൻഡറിന് പലപ്പോഴും ബിറ്റുമൻ വേണം നിർബന്ധമില്ല. വി കൻ ഈവൻ യൂസ് ഇമൽഷൻ. പക്ഷെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പൊ ആദ്യം കാണിക്കുന്നത് നോമിനൽ അഗ്രിഗേറ്റ് സൈസ് ആണ്. അത് 4 ഉണ്ട്. 19, 13, 10, 6, 4 ഉണ്ട്. ഓക്കെ, ഇനി ഈ അഗ്രിഗേറ്റ്സിനെ 2ആയിട്ട് തരംതിരിക്കുകയാണ്. അൺകോട്ടഡ് അഗ്രിഗേറ്റ്സും ഉണ്ട്, കോട്ടഡ് അഗ്രിഗേറ്റ്സും ഉണ്ട്. അൺകോട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാറിയിൽ നിന്ന് കൊണ്ടുവരുന്ന അഗ്രിഗേറ്റ്സിന് നേരെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കോട്ടഡ് എന്ന് പറഞ്ഞാൽ അതിനെ ആദ്യമേ ഇമൽഷനിൽ ഒന്ന് മുക്കിയിട്ട് വേണേൽ കൊണ്ടുവരാം. ഇമൽഷനിൽ ഒന്ന് മുക്കിയിട്ട് കൊണ്ടുവരുവാണെങ്കിൽ അതിന്റെ സർഫസ് എല്ലാം കോട്ടഡ് ആവും. അതിന് അഡ്ഹഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ പോലെ ബിറ്റുമിൻ അബ്സോർപ്ഷൻ കുറവായിരിക്കും, കുറച്ചും കൂടെ ബോണ്ടിങ് കിട്ടും. അപ്പൊ കോട്ടഡ് അഗ്രിഗേറ്റ്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ അൺകോട്ടഡിനകത്ത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. വി ക്യാൻ യൂസ് ബിറ്റുമിൻ ഓർ ഈവൻ യു ക്യാൻ യൂസ് ഇമൽഷൻ. ഇനി എന്റെ ചോദ്യം, സപ്പോസ് ഞാൻ ഇമൽഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ബിറ്റുമിൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡോസ് അപ്ലൈ ചെയ്യണോ അതോ കുറവ് ഡോസ് അപ്ലൈ ചെയ്യണോ? ഇമാജിൻ ഞാൻ ബിറ്റുമിൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ 2% അപ്ലൈ ചെയ്യണം. സപ്പോസ് ഇഫ് ഐ എം യൂസിങ് ബിറ്റുമിൻ ഐ ഷുഡ് അപ്ലൈ 2%. അങ്ങനെയാണെങ്കിൽ ഇമൽഷൻ ആകുമ്പോൾ 2നേക്കാൾ കുറയണോ കൂടണോ? കൂടണം. എന്തുകൊണ്ടാണ് കൂടണം എന്ന് പറയുന്നത്? വാട്ടർ ഇവാപ്പറേറ്റ് ആയി പോകുമ്പോൾ. അതായത് ഇമൽഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റുമിൻ പ്ലസ് വാട്ടർ ആണ്. ഈ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഇമൽഷന്റെ സ്ട്രെങ്ത് കിട്ടുന്നത്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു 3% ഇമൽഷൻ ഒഴിച്ചെങ്കിൽ മാത്രമേ അറ്റ്ലീസ്റ്റ് നമുക്ക് 2% ബിറ്റുമിൻ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ബിറ്റുമിൻ 1.2 ആണ് ഒഴിക്കുന്നതെങ്കിൽ അതിന് പകരം സപ്പോസ് ഐ എം യൂസിങ് ഇമൽഷൻ ഐ ഷുഡ് പോർ 1.8%. ഇവിടെ പെർസെന്റേജ് അല്ല, kg/m². ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, ബിറ്റുമിനേക്കാൾ കൂടുതൽ ഡോസ് ഞാൻ ഇമൽഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യാം. ഒന്ന്, 4 പോസിബിൾ അഗ്രിഗേറ്റ് ഗ്രഡേഷൻ ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് NMAS. NMAS എന്ന് പറഞ്ഞാൽ എന്താ? തിക്നെസ് മാറുന്നതനുസരിച്ച് NMAS മാറും. ഇനി ഇവിടുത്തെ ബൈൻഡർ എന്ന് 2 ഓപ്ഷൻ ഉണ്ട്. ഐ ക്യാൻ യൂസ് ഇമൽഷൻ ഓർ ബിറ്റുമിൻ. ഇമൽഷൻ ആണെങ്കിൽ എനിക്ക് കൂടുതൽ ഡോസ് വേണം, ബിറ്റുമിൻ ആണെങ്കിൽ കുറവ് മതി. അതുപോലെ അഗ്രിഗേറ്റ്സിനും 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എനിക്ക് കോട്ടഡ് അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് അൺകോട്ടഡ് അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യാം. ഇത്രയാണ് സർഫസ് ഡ്രസ്സിങ്ങിന്റെ പ്രത്യേകതകൾ. ഓക്കെ, അപ്പൊ ഈ പടം നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ അഗ്രിഗേറ്റ്സ് വിരിച്ചിടുന്നു, അതിന് പുറകെ ഇമൽഷൻ ഒഴിച്ചു പോകുന്നു, പുറകെ റോളർ വന്ന് സംഭവം കോമ്പാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ കേട്ടതനുസരിച്ച് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡിന് സർഫസ് ഡ്രസ്സിങ് ഓപ്റ്റ് ചെയ്യുമോ? ഇല്ല, ഓപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഒരു പെർഫോമൻസ് നടത്തിയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ ആളുകൾ ഇത് അഡോപ്റ്റ് ചെയ്തേക്കാം. അത് ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. നിലവിൽ ഇതാരും അഡോപ്റ്റ് ചെയ്യാറില്ല. അതാണ് സർഫസ് ഡ്രസ്സിങ്ങിന്റെ പ്രത്യേകത. 4ാമത്തെ കഴിഞ്ഞു. ഇനി 5ാമത്തത് മൈക്രോ സർഫസിങ്. അതിന്റെ പേര് തന്നെ സംഭവമുണ്ട്. The material used in microsurfacing includes modified bitumen emulsion, mineral aggregates, water, and necessary additives. This material is usually applied on a surface which is structurally strong but shows symptoms of premature cracking, aging, etc. Okay. അത് സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ
ഈ മൈക്രോ സർഫസിംഗ് എന്ന് പറയുമ്പോൾ തിക്നെസ് എത്ര വരെ പോകുമായിരിക്കും നിങ്ങളുടെ കണക്കൂട്ടില്? ഇപ്പൊ നമ്മളിപ്പോ BC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 100 mm വരെയൊക്കെ പോവാം, 100 mm വരെയൊക്കെ പോവാം, അല്ലെ 10 സെന്റിമീറ്റർ വരെയൊക്കെ പോവാം. നമ്മുടെ കണക്കൂട്ടലിലും ഈ കാണുന്ന പടം വെച്ചിട്ടും മൈക്രോ സർഫസിംഗിന്റെ തിക്നെസ് എവിടെ വരെ പോവാം? ഒരു ഊഹം പറഞ്ഞാൽ മതി, ആ പേരിന്നുള്ള ഊഹം പറഞ്ഞാൽ മതി. അന്നു എവിടെ വരെ പോവാം? ഇത് പറഞ്ഞു. മില്ലിമീറ്റർ സൈസ് തോന്നുന്നു. മില്ലിമീറ്റർ സൈസേ ഉള്ളൂ. അത് എപ്പോഴും 1 സെന്റിമീറ്റർ താഴെ ഉള്ളൂ, 1 സെന്റിമീറ്റർ താഴെ ഉള്ളൂ. ഈ സാധനം നമുക്ക് ഇവിടെ അഡോപ്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഇത് വളരെ നല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ സർഫസ് കോഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം സർഫസ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും മികലത്തെ ലെയർ ആണ്. പക്ഷെ ഇത് മാത്രമായിട്ട് ഒരിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് എവിടെ അപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു റോഡ് പണിതു, ആ റോഡ് പണിതത് ചിലപ്പം പെട്ടെന്ന് അതിന് ഏജിങ് സംഭവിക്കാം, അല്ലെ? മനുഷ്യർക്ക് പ്രായമാകുന്ന പോലെ തന്നെ റോഡിനും പ്രായമാകാം. നിങ്ങളിപ്പം ഒരു റോഡ് ഏജ്ഡ് ആണോ അല്ലയോ എന്നറിയാൻ എന്തായിരിക്കും ഒരു സിമ്പിൾ മാർഗം? ഒരു റോഡ് ഏജ്ഡ് ആണ്, അപ്പൊ നമുക്ക് റോഡ് കണ്ടാൽ പറയാൻ പറ്റും ഇത് പണിതിട്ട് 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, ഏകദേശം പറയാൻ പറ്റും. എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പറയുന്നത്? സർഫസ് ക്വാളിറ്റി ഒരു കാര്യമാണ്. ചിലപ്പോൾ ക്വാളിറ്റിയിൽ എന്തൊരു പ്രശ്നം വരും. കളറാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു പുതിയ റോഡ് പണിയുമ്പോൾ അതിന്റെ കളർ എന്തായിരിക്കും? അത് ബ്ലാക്ക് ആയിരിക്കും, അല്ലെ? ബ്ലാക്ക് കളർ ആയിരിക്കും. പതിയെ എന്തായിട്ട് മാറും അത്? അതിന്റെ ഡാർക്ക്നെസ് കുറയത്തില്ല. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു ആദ്യമേ പണിയുന്ന റോഡ് നല്ല കട്ട ബ്ലാക്ക് ആയിരിക്കും. അത് കുറഞ്ഞ് ഒരു ലൈറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗണിലേക്കൊക്കെ സാധനം പോകും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുകയാണ്. ഈ ഇതിനകത്തുള്ള ഈ ബിറ്റുമിനുള്ള പാർട്ടിക്കിൾസിന് ഓക്സിഡേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ അതിന് ഏജിങ് സംഭവിക്കും. അപ്പൊ ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ബിറ്റുമിൻ മോശമാണെങ്കിൽ പെട്ടെന്ന് ഓക്സിഡേഷൻ സംഭവിക്കും. സാധാരണ ഒരു 10 വർഷം കഴിയുമ്പോഴേക്കാണ് ഇതിന്റെ കളർ മങ്ങി ലൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പക്ഷെ ചിലപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ബിറ്റുമിന്റെ പ്രശ്നം കാരണം പ്രീമിച്വർ ആയിട്ട്, അതായത് ഒരു പണിത് 2-3 വർഷത്തിനുള്ളിൽ ഇതിന്റെ കളർ നമുക്ക് ഫെയ്ഡ് ആവും. അപ്പൊ അതിന് സ്ട്രക്ചറലി പ്രശ്നമൊന്നും കാണത്തില്ല. ഈ കളർ മങ്ങിയത് കൊണ്ട് അതിന് സ്ട്രക്ചറലി ഒരു പ്രശ്നവുമില്ല. പക്ഷേ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ അതിന്റെ ഫ്ലെക്സിബിലിറ്റി പോവും. ദർ ആർ ചാൻസസ് ഓഫ് ക്രാക്കിംഗ്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ മൈക്രോ സർഫസിംഗ് അപ്ലൈ ചെയ്യുന്നത്. മൈക്രോ സർഫസിംഗിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 സെന്റിമീറ്റർ ആയിരിക്കും. വളരെ ചെറിയ തിക്നെസ് ആയിരിക്കും. അതൊരു ട്രീറ്റ്മെന്റ് പോലെ കൊടുക്കുന്നതാണ്, ഒരു മരുന്ന് പോലെ പേയ്മെന്റിന് കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു സർഫസ് ലെയർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഇസ് നോട്ട് എ സർഫസ് ലെയർ, ബട്ട് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സർഫസ് ട്രീറ്റ്മെന്റ് provided to the payments which are structurally strong but subjected to premature failing. കാര്യം മനസ്സിലായോ? അൻസു മനസ്സിലായോ? അൻസു ഉണ്ടോ? ഓക്കെ, ഉണ്ട്. ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് നമ്മുടെ ഹൈവേസിലേക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള ഇഫക്റ്റീവ് മെത്തേഡാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മളിവിടെ പേയ്മെന്റ്സിന് ട്രീറ്റ്മെന്റ് കൊടുക്കാറില്ല. പേയ്മെന്റ് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ്മെന്റിനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാം. റീഹാബിലിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം മൊത്തം പോയി കഴിയുമ്പോൾ അത് മൊത്തം പൊളിച്ച് പണിതിനെ പറയുന്നവരാണ് റീഹാബിലിറ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു പ്രശ്നം കാണുമ്പോൾ തന്നെ നമ്മളത് സോൾവ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇവിടെ മൈക്രോ സർഫസിംഗ് ഒരു ട്രീറ്റ്മെന്റ് ആണ്. നമ്മുടെ റോഡുകളിൽ വി നോർമലി ഡു നോട്ട് ഗോ ഫോർ ട്രീറ്റ്മെന്റ്. നമ്മുടെ റോഡിനെ എപ്പോഴും അതിന്റെ ചാറ് ഊറ്റിയെടുത്ത് അത് മൊത്തം പോയി കഴിയുമ്പോൾ മാത്രം നമ്മളതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന കോസ്റ്റ് 100 രൂപയാണെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുമ്പം അതിന് 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആവും. അപ്പോൾ എപ്പോഴും ട്രീറ്റ്മെന്റ് കൊടുത്ത് പേയ്മെന്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ്സിന്റെ സൈസ് കണ്ടോ? ഇവിടെ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ്സ് ഏറ്റവും ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഉണ്ട്. ഏറ്റവും ടൈപ്പ് 3 തിക്നെസ് കൂടി ടൈപ്പ് 3യിൽ പോലും ദി അഗ്രിഗേറ്റ് മാക്സിമം അഗ്രിഗേറ്റ് സൈസ് എവിടെ വരെ പോവാം നോക്കിയേ. നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എനിക്ക് മൈക്രോ സർഫസിംഗ് ഒരു 2 തൊട്ട് 3 mm വരെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 4 തൊട്ട് 6 mm, അല്ലെങ്കിൽ 6 തൊട്ട് 8 mm. 8 mm എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ പോലും ഇല്ല. അപ്പൊ മാക്സിമം കൊടുക്കാവുന്ന മൈക്രോ സർഫസിംഗ് എന്ന് പറഞ്ഞാൽ 8 mm ആണ്. ഇനി എന്റെ ചോദ്യം, ആ 8 mm മാക്സിമം ഉൾക്കൊള്ളിക്കാവുന്ന അഗ്രിഗേറ്റ് സൈസ് എത്രയാണ്? 8 mm എനിക്ക് ഉൾക്കൊള്ളിക്കാവുന്ന അഗ്രിഗേറ്റിന്റെ മാക്സിമം സൈസ് എത്രയാണ്? 9.5 പറ്റത്തില്ല. 6.3. 9.5 കൂടെ 100% പാസ് ചെയ്യണം. 6.3 വരെ പറ്റുള്ളൂ. 6.3 വരെ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പൊടിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് അഗ്രിഗേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല.
ഫൈൻ പാർട്ടിക്കിൾസ് മാത്രമേ മൈക്രോ സർഫസിങ്ങിന് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ അതാണ് മൈക്രോ സർഫസിങ്ങിന്റെ കാര്യങ്ങൾ. നോട്ട് ചെയ്ത് വെച്ചു. നമ്മൾ ഇന്ന് ആദ്യം കണ്ടത് സർഫസ് ഡ്രസ്സിംഗ് ആണ്, 2 മൈക്രോ സർഫസിങ്. ഞാൻ പറഞ്ഞു ഇതൊരു സർഫസ് ലെയർ എന്നും പറയാൻ പറ്റത്തില്ല, ഇതൊരു ട്രീറ്റ്മെന്റ് മാത്രമാണ്. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നത് മൊഡ്യൂൾ 5 വരുമ്പം പേയ്മെന്റ് ഇവാലുവേഷൻ ഒക്കെ വരും, പേയ്മെന്റ് ഇവാലുവേഷൻ റീഹാബിലിറ്റേഷൻ ഒക്കെ വരും. അവിടെ കുറച്ചും കൂടെ ഇതിനെപ്പറ്റി ഞാൻ പറയാം. ഓക്കെ, 6ാമതൊരു സ്ഥാനം സ്റ്റോൺ മെട്രിക്സ് ആസ്ഫാൾട്ട്. സ്റ്റോൺ മെട്രിക്സ് ആസ്ഫാൾട്ട് അതെന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ BC-യേക്കാൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് സാധനം കാണിച്ചായിരുന്നു. ഇതുണ്ടോ, ഞാൻ നിങ്ങൾ ആദ്യം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർഫസ് ലെയേഴ്സ് പഠിപ്പിച്ചപ്പോൾ ആദ്യം കാണിച്ച സ്ലൈഡാണ്. ആ സ്ലൈഡ് ഞാൻ പറഞ്ഞു 3 കാറ്റഗറി ഉണ്ട്. 50 MSAക്ക് മുകളിൽ, അല്ലെങ്കിൽ 20 തൊട്ട് 50 MSA വരെ, അല്ലെങ്കിൽ 20 താഴെ MSA. ഓക്കെ, അപ്പോൾ ഈ 50 MSAക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ അവിടെ കൂടെ നല്ല വണ്ടി ആയിരിക്കും പോകുന്നത്. അവിടെ പ്രിഫർ ചെയ്യുന്ന ഒരു സാധനമാണ് SMA എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ആക്ച്വലി BC-യേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ് SMA, സ്റ്റോൺ മെട്രിക്സ് ആസ്ഫാൾട്ട് എന്ന് പറഞ്ഞാൽ. മറ്റേതുപോലൊന്നുമല്ല, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. ഇനി ഇതിന്റെ ഗുണവും ദോഷവും ഞാൻ പറഞ്ഞുതരാം. ഒരു SMA വെച്ച് പണിത റോഡ് ഏകദേശം 20 ഇരിക്കും. SMA കുറിച്ച് ഞാൻ ആദ്യമേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് എന്തെങ്കിലും പ്രത്യേകത ഓർക്കുന്നുണ്ടോ? സ്റ്റോൺ മെട്രിക്സ് ആസ്ഫാൾട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഡെൻസ് ഗ്രഡേഷനും അല്ല, ഓപ്പൺ ഗ്രഡേഷനും അല്ല, പിന്നെന്തായിരിക്കും? അതൊരു ഗ്യാപ്പ് ഗ്രേഡഡ് മിക്സ് ആണ്. SMA-യുടെ പ്രത്യേകത അതൊരു ഗ്യാപ്പ് ഗ്രഡേഷൻ ആണ്. ഗ്യാപ്പ് ഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയം സൈസുള്ള അഗ്രിഗേറ്റ്സ് കുറവായിരിക്കും. ഫൈൻ അഗ്രിഗേറ്റ്സും ഉണ്ട്, വലിയ അഗ്രിഗേറ്റ്സും ഉണ്ട്, പക്ഷെ മീഡിയം സൈസുള്ള അഗ്രിഗേറ്റ്സ് കുറവായിരിക്കും. ഇപ്പോൾ ഇതുണ്ട്, ഇതൊരു പേയ്മെന്റിന് കട്ട് ചെയ്തെടുത്ത സാധനമാണ്. ഇത് ആക്ച്വൽ സാമ്പിൾ ആണ്. ഒരു കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ കിട്ടുന്നത്. ഒരു റോഡ് നമ്മൾ കട്ട് ചെയ്താൽ ഇതേപോലെ കിട്ടും. നിങ്ങൾക്ക് പടം കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡിൽ പടം കാണാമോ? ഉണ്ട്. അപ്പൊ ഒരു പേയ്മെന്റ് കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ കിട്ടും. അപ്പൊ സ്റ്റോൺ മെട്രിക്സ് ആസ്ഫാൾട്ടിന്റെ ഒരു അസംഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഫൈൻ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് തന്നെ അത് വളരെ ഡെൻസ് ആയിരിക്കും. പിന്നെ മീഡിയം സൈസ് അഗ്രിഗേറ്റ്സ് ഇല്ല, പിന്നെ വലിയ അഗ്രിഗേറ്റ്സ് ഉള്ളതുകൊണ്ട് ഈ അഗ്രിഗേറ്റ്സുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നല്ല കോൺടാക്റ്റിലായിരിക്കും, നല്ല ഇന്റർലോക്കിലായിരിക്കും. അപ്പൊ അതിന് കൂടുതൽ സ്ട്രെങ്ത് കാണും. ഇനി ഈ മീഡിയം സൈസ് അഗ്രിഗേറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഗ്യാപ്പിലേക്ക് ബിറ്റുമിൻ വന്ന് കയറും. അങ്ങനെ ബിറ്റുമിൻ വന്ന് കയറി നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. വലിയ അഗ്രിഗേറ്റ്സ് ഉള്ളത് കൊണ്ട് അത് നല്ല ഒരു സ്ട്രെങ്ത് ഉണ്ട്, ബിറ്റുമിൻ ഉള്ളത് കൊണ്ട് അതിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റുള്ളത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ അധികം സ്ട്രെങ്ത് കാണും. പിന്നെ ബിറ്റുമിൻ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഈ സാധനം ക്രാക്ക് ചെയ്യത്തില്ല. ബിറ്റുമിൻ കണ്ടന്റ് കൂടുമ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂടും, അത് ക്രാക്ക് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് തിയറട്ടിക്കലി ഇത് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ പല പ്രൊജക്ടുകളും ഫെയിൽ ആയി പോകുന്നുണ്ട്. എന്തുകൊണ്ടാവാം ഇത് ഫെയിൽ ആവുന്നത്? നമ്മൾ ഈ പറഞ്ഞ തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യം ഫീൽഡിൽ പലപ്പോഴും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാറില്ല. എന്തായിരിക്കും അതിന്റെ പോസിബിൾ റീസൺസ്? ആരെങ്കിലും? എക്സിക്യൂഷൻ കറക്റ്റ് ആവാഞ്ഞിട്ടാണോ? എക്സിക്യൂഷൻ കറക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം അഗ്രിഗേറ്റ്സ് നമ്മൾ പറയുന്നു ഇടയ്ക്കത്തെ അഗ്രിഗേറ്റ്സ് വേണ്ട, ചെറുതും ഏറ്റവും വലുതും മതി എന്ന് പറയുന്നു. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സാധനം റോഡിൽ കൊണ്ടിട്ടിട്ട് ഇത് കോമ്പാക്ട് ചെയ്യത്തില്ലേ? കോമ്പാക്ട് ചെയ്യുന്ന സമയത്ത് റോളർ കയറി കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഗ്രഡേഷൻ ഒന്നും ഫീൽഡിൽ കിട്ടത്തില്ല. കാര്യം വലിയ അഗ്രിഗേറ്റ്സ് പൊടിഞ്ഞു, അത് ആ മീഡിയം സൈസിലേക്ക് മാറും. മനസ്സിലായോ? നമ്മൾ പറയുന്നത് എന്താ? ചെറുതും ഏറ്റവും വലുതും മാത്രം മതി, നടുക്കത്തെ വേണ്ടെന്ന് പറയും. പക്ഷെ ഒരു റോളർ കയറി പൊടിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന അഗ്രിഗേറ്റ് ഗ്രഡേഷൻ ഒന്നും ആയിരിക്കത്തില്ല ഫീൽഡിൽ കിട്ടാൻ പോകുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ അത് സത്യം പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് BC ആയിട്ട് കൺവേർട്ടഡ് ആവും, അല്ലെങ്കിൽ BC എന്താണോ അത് തന്നെയായിട്ട് മാറും. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതൽ ബിറ്റുമിൻ കണ്ട് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ ബിറ്റുമിൻ എല്ലാം വെളി വന്ന് നിൽക്കുകയും ചെയ്യും. അത് പിന്നീട് ഒരു ബ്ലീഡിങ് പോലെ, കോൺക്രീറ്റിൽ നിങ്ങൾക്ക് അറിയാം ബ്ലീഡിങ് നിങ്ങൾക്ക് കോൺക്രീറ്റിനകത്ത് ബ്ലീഡിങ് നേരിട്ടുണ്ടോ? ഒരു കോൺക്രീറ്റിങ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് എന്ന് പറയുന്ന സംഭവം സിമെന്റ് സിമെന്റ് ഊസ് ഔട്ടായി മില്ലിൽ നിന്ന് കിടക്കും. സിമെന്റും വെള്ളവും കൂടെ മില്ലിൽ നിന്ന് കിടക്കും. അതാണ് ബ്ലീഡിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ബിറ്റുമിൻ എല്ലാം കൂടെ മില്ലിൽ വന്ന് കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ SMA ആക്ച്വലി തിയറട്ടിക്കലി നല്ലൊരു മിക്സ് ആണ്, പക്ഷെ അത് ഫീൽഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു വലിയ കൺസേൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അധികം പ്രൊജക്റ്റുകളൊന്നും വരാറില്ല.
ഈ SMA-ക്കും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഗ്രഡേഷൻ ഉണ്ട്. അതായത് 13 mm SMA ഉണ്ട്, 19 mm SMA ഉണ്ട്. നമ്മൾ പണിയാൻ പോകുന്ന റോഡ് ഒരു 40-നും 75-നും ഇടയ്ക്ക് തിക്നെസ് ആണെങ്കിൽ ഐ വിൽ ഗോ ഫോർ 19 mm. If it is between 40 to 50, I will go for 13 mm gradation. അപ്പോൾ ഇത് ഏകദേശം 1960s ജർമ്മനിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നോളജിയാണ്. പക്ഷെ ഒരുപക്ഷെ നമ്മൾ ഭാവിയിൽ ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരും. ഇതിന്റെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. കാര്യം BC-യേക്കാൾ കൂടുതൽ ബിറ്റുമെൻ ഇവിടെ യൂസ് ചെയ്യും. ഇപ്പൊ BC-യിലാണെങ്കിൽ നമ്മൾ ഓൺ ആവറേജ് ഒരു 5.4% ബിറ്റുമെൻ ആണ് യൂസ് ചെയ്യുന്നത്. 5.4% എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന അഗ്രിഗേറ്റ്സ് എത്രയാണോ, അഗ്രിഗേറ്റ്സ് 100 കിലോഗ്രാം എടുത്താൽ ഐ ഷുഡ് ടേക്ക് 5.4 kg ഓഫ് ബിറ്റുമെൻ. അതാണ് BC-യുടെ ഒരു കണക്ക്. അതേസമയം SMA വരുമ്പോൾ അത് ഏകദേശം ഒരു 6% വരും. 6% വരുമ്പോൾ കോസ്റ്റ് ഒരു 20% ഒക്കെ കൂടും. അതാണ് SMA-യുടെ ഒരു പ്രശ്നം. അപ്പൊ എന്തായാലും അത് ഭാവിയിൽ ശരിയാവുമായിരിക്കാം. ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു മിക്സ് ആണ് സ്റ്റോൺ മെട്രിക് ചെസ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഇന്ന് 3 സർഫസ് ഡ്രസ്സിംഗ് ഉണ്ട്, മൈക്രോ സർഫസിംഗ് ഉണ്ട്, സ്റ്റോൺ മെട്രിക് ചെസ് ഫോൾട്ട് ഉണ്ട്. നിങ്ങൾ അസൈൻമെന്റ് കൈ തുടങ്ങിയോ? അത് അവസാനം എഴുതാതിരിക്കുവാണോ? ഈ കഴിവതും ശരിക്കും പറഞ്ഞാണല്ലോ, ഇപ്പം മര്യാദയ്ക്ക് അസൈൻമെന്റ് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു വേർഡ് ചെയ്യുന്നത് നല്ലത്. നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കോപ്പി അടിക്കുന്നവർക്കല്ല ഞാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അസൈൻമെന്റ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും വേർഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല ഇപ്പൊ എല്ലാ റിപ്പോർട്ടുകളും എല്ലാ സംഭവങ്ങളും നമുക്ക് വേർഡിലാണ് ചെയ്യേണ്ടത്. PPT ഉണ്ടാക്കുന്നിടത്ത് പോലും നമുക്ക് അത്യാവശ്യം വേർഡ് അറിയണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വേർഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അത് ഒന്ന് പഠിക്കുക. മിക്കവർക്കും അറിയാമായിരിക്കാം. അറിയാമായിട്ട് കുറച്ച് പേരുണ്ടെങ്കിൽ അത് പഠിക്കുക. വേർഡ് നമ്മൾ എഴുതുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും കുറെ പാരഗ്രാഫ് ആയിട്ടല്ല എഴുതുന്നത്. അതിന് സബ് ഹെഡിങ്സ് കൊടുത്തിട്ട് പാരഗ്രാഫ് ജസ്റ്റിഫൈ ചെയ്യേണ്ടത് ജസ്റ്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് പാരഗ്രാഫ് ജസ്റ്റിഫൈ അറിയാമോ? ഒരു പാരഗ്രാഫ് ജസ്റ്റിഫൈ ചെയ്യുന്നതിന്റെ അർത്ഥം അറിയാമോ? അലൈൻമെന്റ്. അലൈൻമെന്റ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നോക്കിയ ഈ ആദ്യത്തെ സെന്റൻസിന്റെ രണ്ട് ലൈനും ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ഒരേ സ്ഥലത്താണ്. അപ്പൊ ഈ അലൈൻമെന്റ് ഒക്കെ കറക്റ്റ് ചെയ്യണം. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മിക്കവർക്കും അറിയാമായിരിക്കാം, പക്ഷെ അറിയാൻ മേലത്തൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാനിത് വേർഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ 2 കൂടി ബാക്കിയുണ്ട്. 7ാമത്തെ പറഞ്ഞാൽ മാസ്റ്റിക് അസ്ഫോൾട്ട് ആണ്. മാസ്റ്റിക് അസ്ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് വളരെ എക്സ്പെൻസീവ് ആണ്. അവിടെ ഈ പറഞ്ഞ പോലെ പടം കാണിക്കാം. ഇതുകൊണ്ട് ഇതുപോലെ ഇരിക്കും സാധനം. ഫൈൻ അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്തുള്ളൂ. അത് വളരെ ബിറ്റുമെൻ റിച്ച് ആയിരിക്കും. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോയിഡ്ലെസ് മിക്സ് എന്നാണ് ഞാൻ പറയുന്നത്. വോയിഡ്ലെസ് മിക്സ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വോയിഡ്ലെസ് മിക്സ് എന്ന് പറയുന്ന സാധനം നല്ലതായിരിക്കുമോ അതോ മോശമായിരിക്കുമോ? നമ്മൾ നേരത്തെ ക്രാക്ക് വീഴുന്ന പറഞ്ഞപ്പോഴാണെന്ന് അറിയുമോ? നമ്മുടെ അഗ്രിഗേറ്റ്സിന്റെ വലിയ അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്ത് ബിറ്റുമെൻ കണ്ടന്റ് കുറയ്ക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ക്രാക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഈ പടം നോക്കി, ഇവിടെ ബിറ്റുമെൻ ധാരാളം ഉണ്ട്, അഗ്രിഗേറ്റ്സ് വളരെ ചെറുതാണ്. ഈ സാധനം ക്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഈ പടത്തിൽ കാണിക്കുന്ന ഒരു ഫുഡ് പാത്ത് ഉണ്ടാക്കുന്നതാണ്. ഈ മാസ്റ്റിക് അസ്ഫോൾട്ട് വെച്ചിട്ട് ഫുഡ് പാത്ത് ഉണ്ടാക്കുന്നതാണ് പടം കാണിക്കുന്നത്. ഈ സാധനം ക്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല, അത് ഫ്ലെക്സിബിൾ ആയിരിക്കുമല്ലോ. ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ബിറ്റുമെൻ കണ്ടമാനമുണ്ട്, ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് വോയിഡ്ലെസ് ആണ്, ഇത് ക്രാക്ക് ചെയ്യത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. കാര്യം ബിറ്റുമെൻ കണ്ടന്റ് കൂടുന്തോറും ഈ സാധനം കോസ്റ്റ്ലി ആയിക്കൊണ്ടിരിക്കും. പിന്നെ വേറൊരു പ്രശ്നം, ഇതിന്റെ സർഫസ് വളരെ സ്മൂത്ത് ആയിരിക്കും. അപ്പൊ നമ്മൾ നോർമൽ റോഡിൽ ഇട്ട് കഴിഞ്ഞാൽ സ്കിഡിങ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. നമ്മൾ ബിറ്റുമെൻ കണ്ടന്റ് കൂട്ടിയാലും അത്ര നല്ലതൊന്നുമല്ല. ഇതിന് വളരെയധികം സ്കിഡിങ് കൂടുതലായിരിക്കും. പിന്നെ റട്ടിങ് എന്നൊരു സാധനമുണ്ട്. നമ്മൾ ഇപ്പോഴും റോഡ് ഫെയിൽ ചെയ്ത 2 രീതിയിലാണ്. ഒന്ന് ക്രാക്കിങ്ങും മറ്റൊന്ന് റട്ടിങ്ങും. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ക്രാക്ക് വീഴുക. റട്ടിങ് എന്ന് പറഞ്ഞിട്ടാവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് കേട്ടോ ഈ റട്ടിങ് എന്ന് പറഞ്ഞിട്ടാവും? അതെ, ഇപ്പൊ ഒരു വണ്ടി പോവാണെങ്കിൽ ആ വീൽ പാത്ത് മാത്രം കുഴിഞ്ഞു പോകും. അപ്പൊ ബിറ്റുമെൻ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ഈ റട്ടിങ് ഉണ്ടാവും, ബിറ്റുമെൻ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്കിംഗ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ റട്ടിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോ സാധാരണ റോഡിൽ പണിത് കഴിഞ്ഞാൽ ഈ റട്ടിങ് കാരണം ഈ റോഡ് ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ റട്ടിങ് ഉണ്ടാവും, സംഭവം സ്ലിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, കോസ്റ്റ്ലി ആയിരിക്കും. അതുകൊണ്ടൊന്നും ഇത് സാധാരണ റോഡ് പണിയാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇത് കൊൽക്കട്ടയിൽ ഈ സാധനമുണ്ട്. കൊൽക്കട്ടയിൽ ഈ സാധനമുണ്ട്. അവരെന്താ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പണിതിട്ട് ഇതിന്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു അഗ്രിഗേറ്റ്സ് അങ്ങ് അടിച്ചു കയറ്റും, ചുറ്റിയേക്ക് അടിച്ചു കയറ്റും.
അപ്പൊ ഈ അഗ്രിഗേറ്റ്സ് ഇങ്ങനെ നടക്കുന്ന ഒരു ഫ്രിക്ഷൻ കാണും. അപ്പൊ വണ്ടിക്ക് ഫ്രിക്ഷന്റെ പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷെ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത ടൗണിനകത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളം ഫ്ലഡഡ് ആവും, ഒഴുകി പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇതിനകത്ത് ഇത് വോയിഡ്ലെസ് ആയതുകൊണ്ട് തന്നെ എത്ര മഴ പെയ്താലും ഇത് ഡാമേജ് ആവത്തില്ല. ഈ പേയ്മെന്റിൽ തുള്ളി പോലും വെള്ളം കയറത്തില്ല. അതുകൊണ്ട് ഹെവി റെയിൻഫോൾ കണ്ടീഷനിലും ഈ സാധനം കിടന്നുകൊള്ളും. അപ്പൊ എന്റെ അറിവിൽ ഇത് കൊൽക്കത്ത മാത്രമേ ഈ സാധനം അഡോപ്റ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇതിന് വേറെ ഒത്തിരി ആപ്ലിക്കേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഈ മോയ്സ്ചർ ഫ്രീ ആയതുകൊണ്ട് തന്നെ റൂഫിങ്ങിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. റൂഫിങ്ങിന് അല്ലെങ്കിൽ ഷിപ്പിന്റെ ഹൾ ഉണ്ടാക്കാൻ, അങ്ങനെ വേറെ കുറെ ആപ്ലിക്കേഷൻസിന് ഈ പറഞ്ഞ മാസ്റ്റിക് അസ്ഫോൾട്ട് യൂസ് ചെയ്യാറുണ്ട്. റോഡ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ കൺസേൺസ് ഉള്ളത് കൊണ്ട് നോർമലി ആളുകൾ ഉപയോഗിക്കാറില്ല. പക്ഷെ വേറെ പല ആപ്ലിക്കേഷനുമാണ് മാസ്റ്റിക് അസ്ഫോൾട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. മാസ്റ്റിക് അസ്ഫോൾട്ട് ഇസ് എ മിക്സ്ചർ ഓഫ് well graded aggregates, filler and bitumen in such a proportion that it forms a voidless mass. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ voidless mass. അപ്പൊ എത്ര റെയിൻഫോൾ ഉള്ള കണ്ടീഷനിലാണെങ്കിലും ഇറ്റ് വിൽ പെർഫോം വെൽ. Mastic asphalt is considered to be a waterproof material and hence it can be preferred in heavy rainfall areas. ഇതാണ് ഇതിന്റെ ഒരേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. Mastic asphalt is used for paving roadways, sidewalks, driveways and parking lots. It is often applied to residential and commercial roofing structures because of its superior waterproofing capabilities. നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ ഈ ബിറ്റുമിൻ ഇങ്ങനത്തെ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഈ ബിറ്റുമിൻ എന്ന് പറഞ്ഞ സാധനം റോഡ് കൺസ്ട്രക്ഷൻ അല്ലാത്ത കൺസ്ട്രക്ഷൻ, റൂഫിങ്ങിന്, അതുപോലെ ഷിപ്പിന്റെ ഹൾ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ സംഭവം ഉണ്ടെന്ന്? യൂസ് എവിടെ ഉണ്ടായിരുന്നേ? ഫസ്റ്റ് മോഡ്യൂളിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നു ആപ്ലിക്കേഷൻസ് ഓഫ് ബിറ്റുമിൻ. ഓക്കെ. അങ്ങനെ ഒത്തിരി ശരി. അപ്പൊ അങ്ങനത്തെ ഒത്തിരി ആപ്ലിക്കേഷൻ ഇതിനുണ്ട് റോഡ് വർക്ക് അല്ലാതെ. ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ is expensive and hence not usually preferred for construction. However, there are roads in Kolkata which are constructed using mastic asphalt. ഇത്രയൊക്കെയാണ് മാസ്റ്റിക് അസ്ഫോൾട്ടിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഒരെണ്ണം ഉണ്ട്, അവർ പറയാൻ നിർത്താം. ലാസ്റ്റ് വൺ ഇസ് കോൾഡ് സർഫസ് മിക്സസ്. കോൾഡ് സർഫസ് മിക്സസ് അല്ലെങ്കിൽ അതിനെ കോൾഡ് മിക്സ് അസ്ഫോൾട്ട് എന്ന് പറയും. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അഗ്രിഗേറ്റ്സിനെ ബിറ്റുമിനുമായിട്ട് മിക്സ് ചെയ്യുന്നതിന് പകരം ഇമൾഷനുമായിട്ട് മിക്സ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഈ പടത്തിൽ കാണാം, ആദ്യത്തെ പടം നോക്കി കാണാം. ഇവിടെ അഗ്രിഗേറ്റ്സ്, ഒന്നാമത്തെ പടം, അഗ്രിഗേറ്റ്സ് ഇമൾഷനുമായിട്ട് മിക്സ് ചെയ്യും. ഇമൾഷനുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിവെക്കും. പ്ലാസ്റ്റിക് കവറുകളിൽ എന്തായിരിക്കും കെട്ടിവെക്കുന്നത്? പ്ലാസ്റ്റിക് കവറിൽ അതായത് ഈ ഇമൾഷന്റെ ക്യൂറിംഗ് അല്ലെ സ്ട്രെങ്ത് ഗെയിൻ എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്ന് മോയ്സ്ചർ ഇവോപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അത് ഹാർഡ് മാസ് ആയിട്ട് മാറത്തുള്ളൂ. അതിനൊരു പ്ലാസ്റ്റിക് കവർ കെട്ടിവെച്ചാൽ അതിലെ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് അങ്ങനെ ഇരുന്നോളും, അതിനൊരു മാറ്റവും സംഭവിക്കുകയില്ല, അതിന് സ്ട്രെങ്തും ഉണ്ടാവത്തില്ല. അപ്പൊ ഇങ്ങനെ പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടിവെക്കും. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു റോഡിൽ ഒരു കുഴി ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബാഗ് ഇനി കൊണ്ടുവരും. പ്ലാസ്റ്റിക് ബാഗ് ഇനി കൊണ്ടുവന്നിട്ട് അത് പൊട്ടിച്ചങ്ങോട്ടിടും, എന്നിട്ട് അതിനെ പയ്യെ കോമ്പാക്ട് ചെയ്യും. കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞ് വണ്ടി പോകും, വെയിലടിക്കുമ്പോൾ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്യും. അത് സാധാരണ ഒരു സർഫസ് ലെയർ പോലെ അത് ആക്ട് ചെയ്യും. അപ്പൊ ഈ പോട്ട് ഹോൾസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ കോൾഡ് മിക്സ് അസ്ഫോൾട്ട് ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? കോൾഡ് മിക്സ് അസ്ഫോൾട്ട് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ്സ് നമ്മൾ ബിറ്റുവിന് പകരം ഇമൾഷനുമായിട്ട് മിക്സ് ചെയ്യും, എന്നിട്ട് അത് കൂടിനകത്ത് കെട്ടിവെക്കും. ആ കൂട് ഫീൽഡിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് അവിടെ ഇടും, കോമ്പാക്ട് ചെയ്യും. വെയിലടിക്കും, വണ്ടി പോകുമ്പോൾ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്യും, അത് സാധാരണ ഒരു സർഫസ് പോലെ ബിഹേവ് ചെയ്യും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ. ഇനി അത് സർഫസ് ലെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ അഗ്രിഗേറ്റ്സ് ഇമൾഷനും യൂസ് ചെയ്ത് സർഫസ് ലെയർ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണവും ഒരു ദോഷവും പറയാൻ പറ്റുമോ? ഗുണം എന്തായിരിക്കും? നല്ല പേയ്മെന്റ് ആയിരിക്കും, നല്ല ബൈൻഡിങ് ആയിരിക്കും. അത് പറഞ്ഞാണല്ലോ തിരിച്ചാണ്. നമ്മൾ ഒരിക്കലും ഒരു ബിറ്റുമിൻ വെച്ച് പണിയുന്ന അത്രയും സ്ട്രെങ്ത് ഇതിന് കിട്ടത്തില്ല. അത് അതിന്റെ ഒരു ദോഷമാണ്. ഗുണം എന്തായിരിക്കും? കോസ്റ്റ് കുറവൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഇമൾഷനും ബിറ്റുമിനൊക്കെ ഒരേ കാശ് തന്നെയാണ്. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിരിക്കും. അതായത് ഹീറ്റിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോൾ സാധാരണ റോഡ് പണിയുമ്പോൾ എന്താ, അവിടെ ബിറ്റുമിൻ ഞാൻ പറഞ്ഞു ഒരു 150-160 വരെ ഹീറ്റ് ചെയ്യണം. ഇവിടെ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ കൊണ്ടിടുക, കോമ്പാക്ട് ചെയ്യുക. പക്ഷെ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ കോൾഡ് സർഫസ് മിക്സസ് ആർ പ്രിപ്പയർഡ് ബൈ ബ്ലെൻഡിങ് അഗ്രിഗേറ്റ്സ് വിത്ത് ഇമൾഷൻ. ഇറ്റ് ഇസ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ബിക്കോസ് ദർ ഇസ് നോ നീഡ് ഓഫ് ഹീറ്റിംഗ്. പക്ഷെ അത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗവർ its performance is much
മിക്സ് asphalt. WM എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അല്ലല്ല, അത് WM ആണ് വെറ്റ് മിക്സ് മെക്കാഡം എന്ന് പറഞ്ഞ വേറെ സാധനമാണ്. വാം മിക്സ് asphalt. WM എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വാം മിക്സ് asphalt. ഓക്കെ, അപ്പൊ ഈ സാധനം ഇത് കുറച്ച് എമർജിങ് ആണ്. അതായത് ഇപ്പം എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി അപ്രോച്ച് വരുന്നതുകൊണ്ട് തന്നെ കോൾഡ് സർഫസ് മിക്സിന്റെ ഒക്കെ പുതിയ റോഡുകൾ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും HMA അത്രയും വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ടിട്ട് കോമ്പാക്ട് ചെയ്യുമ്പോൾ ഒരു ഹോട്ട് മിക്സ് ഒരു വാം മിക്സ് ഇട്ടിട്ട് നിങ്ങൾ റോൾ ഇട്ട് കോമ്പാക്ട് ചെയ്താൽ ഹോട്ട് മിക്സ് കിട്ടുന്ന കോമ്പാക്ഷൻ ആ ഡെൻസിറ്റി ഒരിക്കലും നമുക്ക് കോൾഡ് മിക്സ് കിട്ടത്തില്ല. അതാണ് അതിന്റെ ഒരു പൊട്ടൻഷ്യൽ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ വെള്ളം കയറി ഇരുന്നിട്ട് പെട്ടെന്ന് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരു 8 സർഫസ് മിക്സസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇനി ഈ മൊഡ്യൂളിൽ ബാക്കിയുള്ളത് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ആണ്. ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സർഫസ് ഓരോ ലെയറും പണിത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പിന്നെ പറഞ്ഞുള്ളത് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ. അപ്പൊ നമുക്ക് ഈ മൊഡ്യൂൾ 2 ടോപ്പിക്കേ ഉള്ളൂ, എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ. അതുപോലെ പിന്നെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. അപ്പൊ ഈ സർഫസ് മിക്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി വേണോ അതോ ഓക്കെ ആണോ? ഭാഗ്യമുണ്ടോ? ദിയാജി, കാർത്തിക ഉണ്ടോ? സർഫസ് കോഴ്സിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടോ? മനസ്സിലായി, ക്ലിയർ ആയി. ഇപ്പൊ ദിയയുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു റോഡ് ഉണ്ടെങ്കിൽ ദിയ ഏതോ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നേ? ഏതോ ഓപ്റ്റ് ചെയ്യും? എത്ര എണ്ണം ഉണ്ട്? എത്ര കൈൻഡ് ഓഫ് സർഫസ് മിക്സ് ഞാൻ പറഞ്ഞു? ഏതെങ്കിലും ഒരെണ്ണം പറയാമോ? ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരെണ്ണം പറയാമോ? ഓപ്പൺ ഗ്രേഡഡ് പ്രീമിക്സ് സർഫസിംഗ്. അത് പ്രിഫർ ചെയ്യുമോ? പോട്ടെ. ഡോണ ഉണ്ടോ? ഡോണായും ഇല്ല. ജോയൽ പ്രിൻസ്. ഹലോ സർ. ജോയൽ ഏത് ഓപ്റ്റ് ചെയ്യും? സാർ ഞാൻ ബിറ്റുമിനസ് കോൺക്രീറ്റ് പ്രിഫർ ചെയ്യും. ബിറ്റുമിനസ് കോൺക്രീറ്റ് പ്രിഫർ ചെയ്യത്തുള്ളൂ. നാദാ സുനിൽ, ഏതൊക്കെയാ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉള്ളത്? സർഫസ് ഡ്രസ്സിംഗ്, പിന്നെ കോൾഡ് മിക്സ് asphalt, പിന്നെ ഒപ്പി ഓപ്പൺ ഗ്രേഡ് സർഫസ് മിക്സ്, OGPC അല്ല പ്രീമിയസ് കാർപ്പറ്റ് എന്ന് പറയും. അപ്പൊ നാദയോടുള്ള ചോദ്യം, സപ്പോസ് BC അല്ലെങ്കിൽ വേറെ ഏതാ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പോകുന്നത്? ഓപ്പൺ ഗ്രേഡഡ്. എന്തുകൊണ്ട് ഓപ്പൺ ഗ്രേഡ് ചൂസ് ചെയ്യുന്നത്? അത്യാവശ്യം വോയിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ട്രെയിനിങ്. അല്ല, അത് തെറ്റായ ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഡ്രെയിനേജ്, നമ്മുടെ സബ് സർഫസ് ഡ്രെയിനേജ് പ്രോപ്പർ അല്ലെങ്കിൽ ഈ സാധനം കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല. നമ്മുടെ നാട്ടിൽ സബ് സർഫസ് ഡ്രെയിനേജ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇറ്റ് മേ നോട്ട് വർക്ക് പ്രോപ്പർലി. ഓക്കെ. അപ്പം എനിക്കറിയാം കുറച്ച് പേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ച് പേരൊക്കെ വെറുതെ ഇരിക്കുവാണ്. നിങ്ങൾക്ക് എനിക്കറിയാം 5 അവർ ക്ലാസ് ഉണ്ട്. 6ാമത്തെ അവർ എന്ന് പറയുമ്പോൾ ഒരു ഹെക്ടിക് ആയിട്ടുള്ള ടാസ്ക് ആണ്. പക്ഷെ ഇതിനും യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. അതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് പഠിക്കുക. ഓക്കെ, സോ നൗ വിൽ സ്റ്റോപ്പ് വിത്ത് ദിസ്. താങ്ക് യു. താങ്ക് യു സർ.